ഇന്ന് നമുക്ക് SSLC പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് ഒന്നുകൂടി നോക്കാം. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന പാഠത്തിൽ നിന്ന് ശേഷിക്കുന്ന ബാക്കി പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇവിടെ സൂചന തന്നിരിക്കുന്നു. കവിതാംശ പഠിക്കർ, കവിതാഭാഗം പഠിക്കർ വായിച്ച് നീച്ചേക്ക് ചുവടെയുള്ള പ്രശ്നം കെ ചോദ്യങ്ങളുടെ ഉത്തരം ലിഖേം എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതാഭാഗം ഏതാണെന്ന് നോക്കാം. കൈ ദിനോം തക്ക് ചൂൽഹ രോയ. കൈ ദിനോം തക്ക് കുറേ നാളുകൾ വരെ ചൂൽഹ രോയ, അതായത് കുറേ നാളുകളായിട്ട് ചൂൽഹ രോയ അടുപ്പ് കരഞ്ഞു. അതായത് കുറേ നാളുകളായി അടുപ്പുകൾ കരയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളോളം അടുപ്പ് കരഞ്ഞു. ചക്കി റഹി ഉദാസ്, ചക്കി ആട്ടുകല്ല്, ഉദാസ് റഹി ഉദാസീനയായി. കൈ ദിനം തക്ക് കുറേ നാളുകൾ ആയി കാനി കുത്തിയ, കാനി ഒറ്റക്കണ്ണുള്ള കുത്തിയ പെൺപട്ടി ഉൻകെ പാസ് സോയി, ഉൻകെ പാസ് അവയുടെ അടുത്ത് സോയി ഉറങ്ങി. കൈ ദിനം തക്ക് കുറേ നാളുകളായിട്ട് ലഗി ഭീത്ത് പർ, ഭീത്ത് പർ ലഗി ഭിത്തിയിലൂടെ തുടങ്ങി എന്ത്, ഗസ്ത് ലഗി ഉലാത്തൽ തുടങ്ങി. ആര്? ചിപ്കലിയോം കി ഗസ്ത്, പല്ലികളുടെ ഉലാത്തൽ. കുറെ നാളുകളായി ഭിത്തിയിലൂടെ പല്ലികൾ ഉലാത്താൻ തുടങ്ങിയിട്ട്. കൈ ദിനം തക്ക് കുറേ നാളുകളായിട്ട്, കൈ ദിനം തക്ക് കുറെ നാളുകളായിട്ട് ചൂഹോങ്കി ഭി എലികളുടെയും ഹാലത്ത് അവസ്ഥ ശിക്കസ്ത് റഹി പരാജയമായിരുന്നു, ദയനീയമായിരുന്നു എന്ന്. അപ്പൊ വരികളുടെ അർത്ഥം മനസ്സിലായില്ലേ? അടുപ്പ് കരഞ്ഞു, ആട്ടുകല്ല് ഉദാസീനയായി, ഒറ്റക്കണ്ണുള്ള പെൺപെട്ടി അടുപ്പിന്റെയും ആട്ടുകല്ലിന്റെയും സമീപത്തായിട്ട് ഉറങ്ങി, പല്ലികള് ഭിത്തികളിലൂടെ ഉലാത്തൽ തുടങ്ങി. എലികളുടെ അവസ്ഥയും ഒട്ടും മോശമായിരുന്നില്ല, എലികളുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം 1 മാർക്കിന്റെയാണ്, ശ്രദ്ധിക്കുക. ഇൻ പങ്ക്തിയോമി, ഇൻ ഈ പങ്ക്തിയോമി ഈ വരികളിൽ കിസ്കാ വർണ്ണൻ ഹെ എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഗരീബി ക ദാരിദ്ര്യത്തെ കുറിച്ചാണ്, ആണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അമീരിക്ക സമ്പന്നതയെ കുറിച്ചാണ്, ആണോ? ഗരീബി ഉണ്ട്, പക്ഷെ ഗരീബിയെ കുറിച്ച് ഇവിടെ വേറെ ഈ അകാൽക്ക, അകാൽ എന്നാണ് പാഠത്തിന്റെ പേര് അല്ലേ. അപ്പോൾ ഇവിടെ അകാലത്തെ കുറിച്ചാണ്, ക്ഷാമത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയണം. ഇനി അകാൽ ഉണ്ടായിരുന്നില്ല ഈ ചോയ്സിലെങ്കിൽ ഗരീബിക്ക വേണമെങ്കിൽ എഴുതാം നമുക്ക്. ഇവിടെ അകാൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അകാൽ ചോദിച്ചിരിക്കും. അപ്പോൾ അകാൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നുകിൽ അകാൽക്ക, ഇനി അകാൽക്കെ ബാധിക്ക വർണ്ണനാണെങ്കിൽ അകാൽക്കെ ബാധിക്കെ സ്ഥിതിക്ക, ഈ 2 ഉത്തരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ വരികൾ എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? അകാൽക്ക വർണ്ണൻ ഹെ, ക്ഷാമത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള വരികൾ എന്തിനെ കുറിച്ചായിരുന്നു വർണ്ണിച്ചിരുന്നത്? അകാൽക്കെ ബാധിക്കെ സ്ഥിതിക്ക വർണ്ണൻ ഥ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഇൻ പങ്ക്തിയോമി കിസ്കാ വർണ്ണൻ ഹെ, അകാൽക്ക വർണ്ണൻ ഹെ. മനസ്സിലായല്ലോ? ഇനി ചോദ്യം വന്നാൽ ഉത്തരം തെറ്റിക്കോ ആരെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, ഉറപ്പിച്ചില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ചക്കി റഹി ഉദാസ്, ചക്കി റഹി ഉദാസ്, ചക്കി ഉദാസീനയായിരുന്നു, ആട്ടുകല്ല് ഉദാസീനയായിരുന്നു. സേ അതിലൂടെ, എന്നതിലൂടെ. കവി ക്യാ കഹന ചാഹത്തെ ഹെ, കവി ക്യാ എന്താണ്, കഹന പറയാൻ, ചാഹത്തെ ഹെ ആഗ്രഹിക്കുന്നത്. കവി ഈ വാക്കുകളിലൂടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, രണ്ടാമത്തെ ചോദ്യത്തിന് 2 മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 2 മാർക്കിന്റെ ചോദ്യം ഒരിക്കലും ഒറ്റ സെന്റൻസിൽ എഴുതി വെച്ചാൽ നമുക്ക് 2 മാർക്ക് കിട്ടില്ല. ഇനി ഒരു സെന്റൻസിൽ എഴുതാനുള്ള ഉത്തരം ഉള്ളൂ, ആ ചോദ്യത്തിന് ഒരു സെന്റൻസിൽ ഉത്തരം എഴുതാൻ പറ്റും. എങ്കിലും നമ്മൾ ആ ചോദ്യവും കൂടി കൂട്ടി
രണ്ടാമത്തെ സെന്റൻസ് ആക്കി എഴുതണം. എന്നാൽ മാത്രമേ 2 മാർക്ക് ലഭിക്കൂ. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യത്തിന് 2 വാക്യത്തിൽ ഉത്തരം എഴുതിയിരിക്കണം. നമ്മൾ 2 വാക്യമെങ്കിലും ഉണ്ടായിരിക്കണം. 2ൽ കൂടി നിർത്ത് കുഴപ്പമൊന്നുമില്ല. 2, 3 വരെ ആകാം, അതിലും കൂടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 സെന്റൻസിലാണ് ഉത്തരം എഴുതേണ്ടത്. 2 സെന്റൻസിൽ ഉത്തരം എഴുതിയാൽ മാത്രമേ 2 മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. അകാൽക്കെ കാരൻ, ക്ഷാമം കാരണം ഘർമേ, ദാരിദ്ര്യം കാരണം ഘർമേ, വീട്ടില് ദാന ധാന്യം നഹീം താ, ഇല്ലായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ഖാന പകാനെ, ഖാന ഭക്ഷണം, പകാനെ പാകം ചെയ്യുന്നതിന്, ദാന പീസ്നെ, ദാന ധാന്യം, പീസ്നെ അരയ്ക്കാനായി, കൊയ്യെ ആരും, ചക്കിക്ക് പാസ് ചക്കിയുടെ അടുത്തേക്ക്, നഹിമാത്ത വരുന്നില്ല. ഇസ് കാരൻ ഈ കാരണത്താൽ, ഇസ്കാരൻ ഈ കാരണം, ഉസ്കാരൻ ആ കാരണം, കിസ്കാരൻ ഏത് കാരണം, മനസ്സിലായോ? ഇസ് ഉസ് ബന്ധം മനസ്സിലായോ? അപ്പൊ ഇസ്കാരൻ ഈ കാരണം, ഇസ്കാരൻ എന്ന് പറഞ്ഞാൽ ഈ കാരണം. ഇവിടെ ഇസ്കാരൻ ഈ കാരണത്താൽ, വഹ് അവൾ, അത് ഇവിടെ ചക്കിയാണ് അത്, അപ്പനി തന്റെ, നിർജീവ് നിർജീവമായ, ഹാൽത്ത് പർ അവസ്ഥയില്, ദുഃഖിരഹി ദുഃഖിക്കുകയാണ്. ആര്? ചക്കി. നിർജീവ ഹാലത്ത് എന്താണ്? നിർജീവ അവസ്ഥ എന്താണ്? അതിനൊരു പണിയുമില്ല, കുറേ നാളുകളായി അതില് എന്തെങ്കിലും പണി ചെയ്തിട്ട്, മനസ്സിലായോ? എന്തെങ്കിലും അരച്ചിട്ട് കുറേ നാളുകളായി, അതുകൊണ്ട് അതിന്റെ നിർജീവാവസ്ഥയിൽ അത് ദുഃഖിതയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായ 2 മാർക്കിന്റെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതേണ്ടതെന്ന്? ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. 3ാമത്തെ ചോദ്യം 3 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ആകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ 4 മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കാറ്. ചിലപ്പോൾ 3 ഇടാറുണ്ട്, കാരണം അവിടെ 2 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ മാർക്കൊന്ന് കുറച്ച് 3 ആക്കും. അപ്പോൾ മിക്കവാറും കുറയ്ക്കാറില്ല, 4 മാർക്ക് തന്നെ തരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യത്തിന് 7 മാർക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് 4ആയിട്ട് തന്നെ കൂട്ടണം നമ്മൾ. 4 മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്നത്. ഇവിടെ ഇത് 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇൻ പങ്ക്തിയോങ്കി പ്രാസംഗികത പർ ഏക് ടിപ്പണി ലിഖേം, ഈ വരികളുടെ പ്രാസംഗികത പർ, അതായത് ഈ വരികളുടെ സന്ദർഭത്തിന് യോജിച്ച ഏക് ടിപ്പണി ലിഖേം, ഒരു കുറിപ്പ് എഴുതുക എന്ന്. അതായത് ഈ വരികളുടെ സാന്ദർഭികത്വം എത്രത്തോളം ഉണ്ട്, അതായത് സന്ദർഭത്തിന് യോജിക്കുന്നതാണോ, മനസ്സിലായോ? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാല്, ഈ വരികൾക്ക് യോജിച്ച സന്ദർഭോചിതമായ ഏക് ടിപ്പണി ലിഖേം, ഒരു കുറിപ്പ് തയ്യാറാക്കൂ അല്ലെങ്കിൽ എഴുതൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറിപ്പ് എഴുതുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടിപ്പണി, ആസ്വാദന ടിപ്പണി തന്നെയാണെന്ന് പറയുന്നത്. ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട്. ആദ്യം കവിയെ കുറിച്ച് പറയണം, രണ്ടാമത് കവിതയെ സൂചിപ്പിക്കണം, 3ാമത് കവിതയുടെ ആശയം എഴുതണം. മനസ്സിലായോ? അപ്പൊ ഈ വരികളുടെ സന്ദർഭോചിതമായ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 3 മാർക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വരികളുടെ ആശയം തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ടാകണം. അപ്പൊ കവിയെ സൂചിപ്പിക്കണം. ഹിന്ദിക്ക് പ്രഗതിശീൽ കവി, ഹിന്ദിയുടെ അല്ലെങ്കിൽ ഹിന്ദിയിലെ പ്രഗതിശീൽ കവി ശ്രീ നാഗാർജുൻ ഇസ് അംശമേ, ഈ ഭാഗത്ത് അകാൽ കി, ക്ഷാമത്തിന്റെ സ്ഥിതിയെ കുറിച്ചാണ് ചിത്രം വരച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാഗാർജുൻ ഈ ഭാഗത്ത് ക്ഷാമകാലത്തിന്റെ അവസ്ഥയെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അകാൽ കി വജഹ് സെ, അകാൽ കി ക്ഷാമത്തിന്റെ വജഹ് കാരണം, വജഹ് സെ കാരണത്താൽ, ക്ഷാമമായതിനാൽ, കൈ ദിനവും തക്ക് കുറേ നാൾ വരെ, ചൂൽഹാരോയ കുറേ നാളത്തേക്ക്, ചൂൽഹാരോയ അടുപ്പ് കരഞ്ഞു, അർത്ഥാത് അതായത്, അർത്ഥാത് എന്ന് പറഞ്ഞാൽ അതായത്, ചൂൽഹ നഹീം ജല അടുപ്പ് കത്തിയില്ല. ഇവിടെ കണ്ടോ, ഈ 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ വന്നാൽ ഈ വരിയിൽ നിന്നാ വരണതെങ്കിൽ നിങ്ങൾ ഇവിടെ അകാൽക്കി ഇവിടെ ചൂൽഹ രോയ, അകാലം കാരണം ചൂൽഹ കരഞ്ഞു എന്നതിൽ നിന്ന് താല്പര്യ, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ
അത് അങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതണം? ഉത്തരം എഴുതി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയാണ് ഈ അർത്ഥാത് ചേർക്കുക. അതായത് കാരണം പറഞ്ഞു, കൈ ദിനം തക്ക് ചുൽഹ രോയ എന്ന് പറഞ്ഞു. ക്ഷാമം കാരണം കുറേ നാളത്തേക്ക് ചുൽഹ കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സംഗതി മനസ്സിലായി ക്ഷാമം കൊണ്ടാ കരഞ്ഞെന്ന്. എന്നാലും ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ് അർത്ഥാത്, അതായത് ചുൽഹ നെഹിം ജല, അടുപ്പ് കരയുകയാണ് ചെയ്തത്. അടുപ്പിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് നമ്മളാരും കണ്ടുവോ? ഇല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ കവി ഭാഷയിലാണ് അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കിയത് എന്നാണ് ഇവിടെ അർത്ഥാത് കഴിഞ്ഞിട്ട് സൂചിപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ചുൽഹ നെഹിം ജല, അടുപ്പ് കത്തിയില്ല എന്ന്. അപ്പൊ അടുപ്പ് കത്താത്തത് കൊണ്ട് അടുപ്പിന് സങ്കടം ഉണ്ടായിരിക്കുമെന്ന് കവി സങ്കല്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അടുപ്പ് കത്താത്തതിനാൽ അടുപ്പിനും സങ്കടം വന്ന് കാണുമായിരിക്കും എന്ന് കവി ഇവിടെ തൻ്റെ മനസ്സിന്റെ ആ സന്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി കർമ്മേ കുച്ച് നെഹിം പകായ ഗയ. കർമ്മേം വീട്ടില്, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അടുപ്പ് കത്തിയില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഇത് 2 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം ഈ വരി. അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ വ്യക്തമായിട്ട് തന്നെ 2 മാർക്കിന്റെ ഉത്തരം കിട്ടുവാൻ നിങ്ങൾക്ക് എഴുതാൻ ഉതകുന്ന രീതിയിലാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അകാൽക്കി വജഹസ എന്നുള്ളതിന് അകാൽക്കെ കാരണം എന്ന് എഴുതിയാൽ മതി, എളുപ്പം എഴുതാൻ നിങ്ങൾക്കൊക്കെ. കാരണത്താൽ എന്ന് തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ അകാൽ സേ എന്ന് എഴുതിയാലും മതി. സേയുടെ അർത്ഥം ക്ഷാമത്താൽ എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 മാർക്കിന്റെ ഒരു ഉത്തരം ചോദ്യം ഇവിടെ വരാൻ ചാൻസ് ഉണ്ടല്ലോ ഈ വരിയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ 2 മാർക്കിന്റെ ഉത്തരം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ച് ഈ വരിയുടെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരവും കൂടി ഈ വരികൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. മനസ്സിലായോ? അപ്പോൾ അകാൽക്കി വജഹസെ ചുൽഹരായ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അകാൽക്കി വജഹസെ കൈ ദിനം തൊക്കെ ചുൽഹരായ. ചൂൽഹ രോയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാല് അകാൽക്കി വജഹസെ, ക്ഷാമം കാരണം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉത്തരം. ശരിക്കുമുള്ള ഉത്തരം അത് മതി. 1 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ 2 മാർക്കിന്റെ ചോദ്യമാണ് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി വിശദീകരിക്കണം. അകാൽക്കി വജഹസെ കൈ ദിനം തക്ക്, കുറെ നാളത്തേക്ക് ചൂൽഹ രോയ, അടുപ്പ് കരഞ്ഞു. അർത്ഥാത്, അതായത് ചൂൽഹ നെഹിം ജല, അടുപ്പ് കത്തിയില്ല എന്നല്ലേ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കർമ്മേ കുച്ച് നെഹിം പക്കായ ഗയ. കർമ്മേം വീട്ടിൽ, കുച്ച് നെഹിം പക്കായ ഗയ, കുച്ച് ഒന്നും, നെഹിം പക്കായ ഗയ പാകം ചെയ്യപ്പെട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. മനസ്സിലായോ? അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞാല് അടുപ്പ് കത്തിയില്ല എന്നാണ് അർത്ഥം. അടുപ്പ് കത്തിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, വീട്ടിൽ കുറെ നാളായിട്ട് ഭക്ഷണമൊന്നും പാചകം ചെയ്തിട്ടില്ല എന്നാണ്. അതാണ് വ്യക്തമായ ഉത്തരം. മനസ്സിലായോ? ഇനി കർക്കി ചക്കി ഭി ഉദാസ്രഹി, രണ്ടാമത്തെ ഒരു ഇടം നോക്കി. ഖർക്കി വീട്ടിലെ, ചക്കി ഭി ചക്കിയും, ഉദാസ്രഹി ഉദാസീനയായിരുന്നു. ഖർക്കി വീട്ടിലെ, ചക്കി ഭി ആട്ടുകല്ലും, ഉദാസീനയായിരുന്നു. ഉദാസീനയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് താല്പര്യം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തെഴുതണം? അർത്ഥാത്. ചോദിച്ചില്ലെങ്കിൽ 1 മാർക്കിന്റെ ആണെങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. ഇനി 2 മാർക്കിന്റെയാണ് ചോദ്യമെങ്കിൽ, 1 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. 2 മാർക്കിന്റെയാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥാത്, അതായത് കണ്ടോ, തായുടെ അടിയിൽ ഒരു ഹൽ ചിഹ്നം കൊടുക്കണം. തായുടെ അടിയിൽ ചെരിച്ചു കൊടുത്തിരിക്കുന്ന ഈ വരയ്ക്ക് ഹൽ ചിഹ്നം എന്നാണ് പറയുക. ഇത് കൊടുക്കണം. അർത്ഥാത് ചക്കിമീം, അരകല്ലിൽ, അനാജ് ധാന്യം, നെഹീം പീസ, കണ്ടോ അരച്ചില്ല. നെഹീം പീസ ഗയ, അരയ്ക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാല് ഒരു ധാന്യവും അരകല്ലില് കുറെ നാളായിട്ട് അരച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതുകൊണ്ടാണ് കവി കരുതുകയാണ് എന്താ, ജിസ്കെ കാരണം, അത് കാരണം. കണ്ടോ ഇവിടെ കി വജഹസെ പറഞ്ഞു, കെ കാരൻ വന്നിരിക്കുന്നത് കണ്ടോ അതിന് പകരം. ജിസ്കെ കാരൻ, അത് കാരണം, കവിനെ, കവി കൽപ്പന കി ഹേ, സങ്കൽപ്പിക്കുകയാണ്. കി എന്തെന്നാൽ ചക്കി ഉദാസേ, ചക്കിക്ക് ദുഃഖമുണ്ടെന്ന്.
ചക്കിക്ക് ഉദാസീനതയുണ്ടെന്ന് കവി സങ്കല്പിക്കുകയാണ് എന്നർത്ഥം. ഇനി घर में വീട്ടിൽ खाने के लिए ഭക്ഷിക്കുന്നതിന് कुछ न होने पर कुछ ഒന്നും न होने पर ഇല്ലാതിരുന്നതിനാൽ घर में വീട്ടിൽ रहने वाले താമസിക്കുന്ന अन्य മറ്റു जीवों पर भी जीव ജീവി जीवों पर ജീവികളിൽ जीवों पर भी ജീവികളിൽ ജീവികളിലും അന്യജീവോം പർ ഭി മറ്റ് ജീവികളിലും രഹ്നെ വാലെ താമസിക്കുന്ന അന്യജീവോം പർ ഭി എവിടെ താമസിക്കുന്ന കർമ്മേ രഹ്നെ വാലെ വീട്ടിൽ താമസിക്കുന്ന അന്യജീവോം പർ ഭി അകാൽ കാ പ്രഭാവ് ക്ഷാമത്തിന്റെ ദാരിദ്ര്യത്തിന്റെ പ്രഭാവം സ്വാധീനം പഠന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. വീട്ടില് ഭക്ഷിക്കാനൊന്നുമില്ലെങ്കിൽ വീടിനെ ചുറ്റിപ്പറ്റി കഴിയുന്ന അനേകം ജീവികൾ ഉണ്ടാവും അല്ലെ, അവരിലും ഈ ക്ഷാമത്തിന്റെ സ്വാധീനം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇനി കൈ ദിനവും തക്ക് കുറേ നാളത്തേക്ക് കാനി കുത്തിയ ഭീ കണ്ടോ, കാനി ഒറ്റക്കണ്ണുള്ള കുത്തിയ പെൺപെട്ടി ഭി കാനി കുത്തിയ ഭി പെൺപെട്ടിയും ചൂൽഹെ തഥാ ചക്കിക്കെ പാസ് ചൂൽഹയുടെ അല്ലെങ്കിൽ അതുപോലെ ചക്കിക്കെ പാസ് ചൂൽഹെ പാസ് ഓർ ചക്കിക്കെ പാസ് ചൂൽഹയുടെയും അതുപോലെ ചക്കിയുടെയും അടുത്ത് സോയി പടിഹേ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എവിടെ? പടിഹെ കിടക്കുന്നുണ്ട്. സോയി പടിഹെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എവിടെ? ചൂൽഹെ ഔർ ചക്കിക്കെ പാസ്. ഇനി അവിടെ വേണമെങ്കിൽ ചോദിക്കാം, ഇസ്സയ്ക്കാ താല്പര്യം, എന്തിനാണ് ഈ പട്ടി ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ക്യോം കാനി കുത്തിയ ചൂൽഹെ തഥാ ചക്കിക്കെ പാസ് സോയി പടിഹെ എന്ന് ചോദിക്കാം. അതിന്റെ കാരണം എന്താണ്? ഉസേ ഭി കാനേക്കോ കുച്ച് ന മില ഉസേ ഭി അതിനും ഖാനേക്കോ കഴിക്കുന്നതിന് കുച്ച് ന മില ഒന്നും മില കിട്ടിയില്ല. അപ്പൊ കാനേക്ക് പ്രതീക്ഷാമേ കണ്ട 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ സെന്റൻസ് എഴുതണം. ഉസേബി കാനേക്കോ കുച്ച് ന മില 2 സെന്റൻസ് ആയില്ലേ. അപ്പോൾ മൂന്നാമത് എന്ത് എഴുതാം? ഇസ്ലിയേ കാനേക്ക് പ്രതീക്ഷാമേം അതുകൊണ്ട് കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാനി കുത്തിയ വഹം സോയി പടിഹേ എന്ന് എഴുതിയാൽ മതി. കാനി കുത്തിയ അവിടെ കിടന്നുറങ്ങുന്നത് എന്ന് എഴുതാം. അപ്പൊ 2 മാർക്കിന്റെ ഉത്തരവും ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇനി കൈ ദിനം തക്ക് ഖർക്കെ ദീവാർ പർ കൈ ദിനം തക്ക് കുറേ നാളത്തേക്ക് ഖർക്കെ വീട്ടിന്റെ ദീവാർ പർ ഭിത്തിയില് ചിപ്കലിയോങ്ക പഹരരഹ ചിപക്കലികള് ചുറ്റി സഞ്ചരിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്? കനയ്ക്ക് പ്രതീക്ഷാമേ അല്ലേ, കൊയ്ക്കിയുടെ ആദ്യ മിൽനേക്ക് प्रतीक्षा में वे दीवार पर पहरा रहे थे. മനസ്സിലായോ? അകാൽക്കെ ദിനമേ ക്ഷാമ ദിവസങ്ങളില് ചൂഹോങ്കോ എലികൾക്കും കുച്ച് കാനെ പീനേക്കോ കുച്ച് ഒന്നും കാനെ പീനേക്കോ കാനെ തിന്നാൻ പീനെ കുടിക്കാൻ തിന്നാനും കുടിക്കാനും ന മിൽനേക്കെ കാരൻ കണ്ട കേക്കാരൻ ന മിൽനേക്കെ കാരൻ കിട്ടാതിരുന്നതിനാൽ ചൂഹോങ്കി ഹാലത്ത് ബി എലികളുടെ അവസ്ഥയും ദയനീയമായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ വരികളുടെ 3 മാർക്കിന്റെ ആശയം നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി 4 മാർക്കിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എഴുതാം. എന്തിന് ഈ വരികൾ എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെ ടിപ്പണി ആസ്വാദൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ 3 മാർക്കായതുകൊണ്ട് ഇത്രയും എഴുതിയാലും മതിയാകുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അത്രയുമേ ഉള്ളൂ. പാസേജ് തന്നിട്ട്, അതായത് കവിതയുടെ സ്റ്റാൻസ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ആ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, ഉറപ്പാണ്. ഇനി ആ ചോദ്യത്തില് ഏതിനെങ്കിലും മാറ്റം വരാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അത് കവിതയുടെ വരികൾ മാത്രമേ മാറാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടായിരിക്കും ചോദിക്കുക. ഇനി ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന് മാറ്റം വരാം. ഒന്നാമത്തെ ചോദ്യം മാറുന്നത്
ചിലപ്പോൾ ഇങ്ങനെ വൺ വേഡ് ഉത്തരം കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ആ ഭാഗത്തു നിന്ന് അപ്പോൾ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം ചോദിക്കാം? ചൂൽഹ ക്യാ കർ രഹാത്ത എന്ന് ചോദിക്കാം. ചൂൽഹ രോ രഹാത്ത, ചൂൽഹ എന്ത് ചെയ്യുകയായിരുന്നു? ചൂൽഹ രോ രഹാത്ത, അടുപ്പ് രോ രഹാത്ത കരഞ്ഞുകൊണ്ടിരുന്നു. ചക്കി ക്യാ കർ രഹി തി, ആട്ടുകല്ല് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ചക്കി ഉദാസ് പഠിത്തി, ചക്കി ഉദാസീനയായിരുന്നു. ചിബുക്കലിയാം ക്യാ കർ രഹി തി, പല്ലികൾ എന്ത് ചെയ്തിരുന്നു? ചിബുക്കലിയാം ദീവാർ പർ ഇധർ ഉധർ കൂം രഹി തി, പല്ലികൾ ഭിത്തികളിലൂടെ ഇധർ ഉധർ, ഇധർ ഇവിടെ ഉധർ അവിടെ, ഇധർ ഉധർ അവിടെ ഇവിടെ, കൂം രഹിത്തി ചുറ്റിക്കറങ്ങിയിരുന്നു എന്നർത്ഥം. കൂംന ചുറ്റിക്കറങ്ങുക, കൂം രഹിത്തി ചുറ്റിക്കറങ്ങിയിരുന്നു. ചിബുക്കലിയാം ദീവാർ പർ ഭിത്തിയിൽ, ഇധർ ഇവിടെ ഉധർ അവിടെ, കൂംന ചുറ്റിക്കറങ്ങുക, ഇധർ ഉധർ അവിടെ ഇവിടെ, കൂം രഹിത്തി ചുറ്റിക്കറങ്ങിയിരുന്നു എന്നർത്ഥം. ചൂഹോം കി ഹാലത്ത് ക്യാ ഹോ രഹി തി, എലികളുടെ ഹാലത്ത്, ഇവിടെ ഒരു കുത്ത് വേണേ. ചൂഹോം കി ഹാലത്ത്, എലികളുടെ അവസ്ഥ, ക്യാ ഹോ രഹി തി എങ്ങനെയായിരുന്നു? ചൂഹോം കി ഹാലത്ത് എക്ദം ഖറാബ് തി, ചൂഹോം കി ഹാലത്ത് എലികളുടെ അവസ്ഥ, എക്ദം തികച്ചും ഖറാബ് തി മോശമായിരുന്നു. ഉണ്ട്. അപ്പോൾ 1 മാർക്കിന്റെ ചോദ്യം അത്രയുമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 1 മാർക്കിന്റെ 1ാമത്തെ ചോദ്യത്തിന് പകരം ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും വേണമെങ്കിൽ കടന്നു വരാം. ഇനി രണ്ടാമത്തെ 2 മാർക്കിന്റെ ചോദ്യത്തിന് പകരം, മനസ്സിലായോ? 2 മാർക്കിന്റെ ചോദ്യത്തിന് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ കടന്നുകൂടാൻ വേണമെങ്കിൽ 2ാമത്തെ ചോദ്യത്തിന് പകരം, 2 മാർക്കിന്റെ ചോദ്യത്തിന് പകരമായിട്ട് ഇവിടെ നിന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 1 മാർക്കിന്റെ ചോദ്യമായിട്ടും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 2 മാർക്കിന്റെ ചോദ്യം? ചൂൽഹേക്കാ രോനസെ ക്യാ താല്പര്യ ഹേ, ഈ 2 മാർക്കിന്റെ ചോദ്യം വരുമ്പോൾ ക്യാ താല്പര്യ ഹേ, ക്യാ മത്ലബ് ഹേ, ക്യാ അഭിപ്രായ ഹേ, ആപ്കി റായ് ക്യാ ഹേ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ്? ക്യാ താല്പര്യ ഹേ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇല്ലെങ്കിൽ ഇസ് പ്രകാർ കഹനെ കാ ഉദ്ദേശ് ക്യാ ഹേ, എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം? അല്ലെങ്കിൽ ഇസ്കെ ബാരെ മേ ആപ്കാ റായ് ക്യാ ഹേ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ അപ്പന മത് പ്രകട കീജിയെ, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ. ചൂൽഹേക്ക രോനേസെ, അടുപ്പ് കരയുക എന്നതുകൊണ്ട് ക്യാ താല്പര്യ ഹേ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ചൂൽഹേക്ക രോനേസെ താല്പര്യ ഹേ കണ്ടോ? അപ്പൊ നമ്മൾ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? ചൂൽഹേക്ക രോനേസെ, ക്യാ എന്നുള്ളത് എഴുതരുത്. കണ്ടോ? ഈ ക്യാ എന്നുള്ളത് അങ്ങോട്ട് വിട്ടേക്കൂ. എന്നിട്ട് നമ്മൾക്ക് എന്തെഴുതാം? ചൂൽഹേക്ക രോനേസെ താല്പര്യ ഹേ, ഇവിടെ വരെ നമുക്ക് എഴുതാം. 2 മാർക്കിന്റെ ചോദ്യത്തില് എന്ത് ചോദ്യവും ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ വരെ നമുക്ക് എഴുതാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഈ വരയിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹ്രസ്വം കീ ഇടാം. ഈ കീ അല്ല, ഈ കീയുടെ മുൻപ് വള്ളിയിട്ടിട്ട് കീ എഴുതിയാൽ മതി അവിടെ ഈ ചോദ്യത്തിന് പകരം. മനസ്സിലായോ? ഈ ചോദ്യത്തിന് പകരം, ഈ ചോദ്യ ചിഹ്നത്തിന് പകരം ഒന്നുകിൽ ഇങ്ങനെ വര കൊടുക്കുക, അല്ലെങ്കിൽ അർത്ഥാതെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ചോദ്യത്തിന്റെ സ്ഥാനത്ത് ഹ്രസ്വം കീ കൊടുക്കാം. കായ്ക്ക് മുൻപ് വള്ളിയിട്ടിട്ട് കീ എഴുതാം. അതായത്, അല്ലെങ്കിൽ എന്തെന്നാൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ചൂൽഹേക്ക രോനാസെ താല്പര്യ ഹേ, ചൂൽഹ നഹീം ജല. കണ്ടോ? നമ്മൾ ടിപ്പണി എഴുതിയപ്പോൾ പറഞ്ഞ സെന്റൻസ് തന്നെയാണിത്. ചൂൽഹ നഹീം ജല. വേറെ ഒന്നും പഠിക്കാനില്ല, നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പഠിക്കുന്നത് ആ ടിപ്പണി പഠിച്ചാൽ ഏത് ചോദ്യം വന്നാലും, ടിപ്പണി വന്നാലും, 1 വേഡ് 1 മാർക്കിന്റെ വന്നാലും 2 മാർക്കിന്റെ വന്നാലും, ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും ഒന്ന് എടുത്ത് എഴുതി കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ചോദ്യത്തിൽ ഇവിടം വരെയുള്ള ഭാഗം എന്താണ്? ചോദ്യത്തിലെ ഭാഗം തന്നെയാണ്. അവിടെ യാതൊരു മാറ്റവും നമ്മൾക്ക് വരുത്തേണ്ട ആവശ്യമില്ല. ചൂൽഹക്ക രോനസെ താല്പര്യ ഹേ, വരയിട്ടു. ചൂൽഹ നഹീം ജല, അടുപ്പ് കത്തിയില്ല എന്നാണ്. അർത്ഥാത്, അതായത് കർമ്മെ കുച്ച് നഹീം പക്കായ ഗയ, വീട്ടിലൊന്നും പാചകം ചെയ്തില്ല എന്നാണ്, പാകം ചെയ്തില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ചക്കി ക്യോം ഉദാസെ, ചക്കി ഉദാസീനയാണ് എന്തുകൊണ്ട്? ക്യോം, എന്തുകൊണ്ട്? ഇവിടെ നമ്മളിങ്ങനെ ക്യോം ചേർത്ത് ചോദ്യം ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ക്യോം എഴുതരുത്, ക്യോം എന്തുകൊണ്ട് എന്നാണ്. അപ്പൊ ഈ കായിൽ തുടങ്ങുന്നതെല്ലാം ചോദ്യവാക്കുകളായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓരോ ചോദ്യവും നോക്കി മനസ്സിലാക്കിക്കോളൂ. ചക്കി, അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ക്യോം ഇവിടെ എഴുതരുത്, ക്യോം വിട്ട് കളയുക.
പക്ഷെ ഈ ക്യോമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ക്യോം ഇവിടെ എഴുതിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കീയെ ക്യോമിന് ശേഷം എഴുതണം. ക്യോം കീ എന്തുകൊണ്ടെന്നാൽ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടെന്നാൽ ചക്കി ഉദാസ് ഹെ, ചക്കി ഉദാസ് ഹെ, ക്യോം എന്തുകൊണ്ട് എന്നാണ്, ക്യോം കി എന്തുകൊണ്ടെന്നാൽ. ചക്കി ഉദാസ് ഹെ ക്യോം കി, കണ്ടോ, എന്തുകൊണ്ടെന്നാൽ എന്ന് എഴുതിയിട്ട് ഈ കീ ആണ് നമ്മൾ പറഞ്ഞത്. ഏതാണ്? ഇവിടെ ഈ വരയ്ക്ക് പകരം ഈ കീ കൊടുക്കണം. ഇവിടെ ക്യോം കഴിഞ്ഞിട്ടും ഈ കീ ആണ് ചേർത്ത് എഴുതേണ്ടത്. ക്യോമിനോട് ചേർത്ത് ഈ കീയും കൂടെ എഴുതിയിട്ടേ മുകളിൽ വരയിടാവൂ. അപ്പൊ ചക്കി, ഇവിടെ നമ്മൾ ഉത്തരം എഴുതിയേക്കണം. നോക്കൂ, ചക്കി ഉദാസ് ഹേ കീ, കണ്ടോ, ഒന്നുകിൽ കീ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്യോം കി ക്യോം ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ക്യോം കി എന്ന് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഉചിതം ക്യോം കി എന്നെഴുതുന്നതാണ്. ചക്കി ഉദാസ് ഹെ, ചക്കി ഉദാസീനെയാണ് ക്യോം കി എന്തുകൊണ്ടെന്നാൽ. മനസ്സിലായോ? ഉസ്മേ അനാജ് നെഹി പീസ ഗയ, ഉസ്മേ അതില് അനാജ് ധാന്യം, നെഹി പീസ ഗയ അരച്ചില്ല, അരയ്ക്കപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഉദാസീനയത്. മനസ്സിലായോ? ഇനി കാനി കുത്തിയ കഹാം സോയി പടിയത്തി, കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, കഹാം, കണ്ടോ അടുത്ത ചോദ്യവാക്ക് കഹാം, എവിടെ. ചോദ്യവാക്കുകൾ മനസ്സിലാക്കണം. കഹാം എവിടെ, സോയി പടിയത്തി ഉറങ്ങിക്കിടന്നിരുന്നു. ഉത്തരം നോക്കൂ, കാനി കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, കാനേക്ക് പ്രതീക്ഷാമേ, എന്തുകൊണ്ടാണ് അടുപ്പിന്റെ അടുത്ത് തന്നെ കിടന്നിരുന്നത് എന്ന് ചോദിച്ചാൽ കാനേക്ക് പ്രതീക്ഷാമേ. ഇവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടില്ല, എവിടെ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാണ് ഒറ്റക്കണ്ണുള്ള പെൺപട്ടി കഴിക്കാനുള്ള പ്രതീക്ഷയിൽ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചൂൽഹേ ഓർ ചക്കി കെ പാസ് സോയി ഹെ, അടുപ്പിന്റെയും ആട്ടുകല്ലിന്റെയും അടുത്താണ്, കെ പാസ് സമീപത്താണ് സോയി ഹെ ഉറങ്ങിയത് എന്ന്. നാലാമത്തെ ചോദ്യം, ചൂഹോം കി ഹാലത്ത്, എലികളുടെ അവസ്ഥ, ക്യോം എന്തുകൊണ്ട്, ഖരാബ് ഹോ രഹി തി മോശമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെഴുതണ്ടേ? ചൂഹോം കി ഹാലത്ത് ഖറാബ് ഹോ രഹി തി. ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ചൂഹോം കി ഹാലത്ത് എലികളുടെ അവസ്ഥ, ഖറാബ് ഹോ രഹി തി മോശപ്പെട്ടിരുന്നു. ക്യോം എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്യോം അവസാനവും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാലും നമ്മൾ ക്യോം കി എഴുതിയാൽ മതി. അപ്പം എലികളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ക്യോം കി എന്തുകൊണ്ടെന്നാൽ, ഘർമേ കൊയ് അനാജ് നെഹി ഹേ, വീട്ടിൽ യാതൊരു ധാന്യവും നെഹി ഹേ ഇല്ല, അതുകൊണ്ടാണ് അവസ്ഥ മോശമായത്, അവർക്ക് തിന്നാനൊന്നും കിട്ടിയില്ല എന്നർത്ഥം. ഇനി ഈ ക്യോം ചേർത്തുള്ള ചോദ്യത്തിന് രണ്ട് തരത്തിൽ ഉത്തരം എഴുതാം. ക്യോം എന്നൊരു ചോദ്യത്തിന് രണ്ട് രീതിയിൽ ഉത്തരം എഴുതാം. അതായത് ആദ്യം ആൻസർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇസ്ലിയെ, അതുകൊണ്ട് എന്ന് വേണം അടുത്ത സെന്റൻസ് തുടങ്ങാൻ. അവിടെ ക്യോം കി എഴുതരുത്. ഇനി ഇവിടെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടാണ്, നമ്മൾ ചോദ്യത്തിലൂടെയാണ് ഉത്തരത്തിലേക്ക് വരുന്നതെങ്കിൽ, അതായത് ചോദ്യം ആദ്യം എഴുതുന്നു എന്നിട്ടാണ് ഉത്തരം പറയാൻ തുടങ്ങുന്നത് എങ്കിൽ മാത്രമാണ് ക്യോം കി ചേർക്കാവൂ. മനസ്സിലായോ? അതായത് കർമ്മ കൊയ് അനാജ് നെഹി ഹേ എന്ന് എഴുതുമ്പോൾ അത് ആൻസർ ആണ്, ഈ ചോദ്യത്തിന്റെ ആൻസർ ആണത്. അതായത് ചൂഹോങ്കി അവസ്ഥ എങ്ങനെയായിരുന്നു, എപ്രകാരം മോശമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, വീട്ടിൽ യാതൊരു ധാന്യവും ഇല്ലായിരുന്നു, വീട്ടില് ഒരൊറ്റ മണി അരി പോലും ഇല്ല, അല്ലെങ്കിൽ ഒരൊറ്റ ധാന്യം പോലും ഇല്ല, അതുകൊണ്ട് എലികളുടെ അവസ്ഥ മോശമായിരുന്നു എന്നാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം ഉത്തരം പറഞ്ഞാൽ ചോദ്യം രണ്ടാമത് വരും, ചൂഹോങ്കി ഹാലത്ത് ഖരാബ് ഹോ രഹി തി. കണ്ടോ, ചൂഹോങ്കി ഹാലത്ത് ഖറാബ് ഹോ രഹി തി. അപ്പൊ അതിനു മുമ്പ് എന്താണ്? ഇസ്ലിയെ ചേർക്കണം. മനസ്സിലായോ? ആശയക്കുഴപ്പമായോ? ചോദ്യം ശ്രദ്ധിക്കൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ചോദ്യത്തിലെ ചോദ്യവാക്ക് മാത്രം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ചൂഹോംകി ഹാലത്ത് ചോദ്യവാക്ക് ഉപേക്ഷിച്ച് നമ്മൾ ബാക്കി ഖറാബ് തുടങ്ങി ഈ തീ വരെ എഴുതി. ഇനി നമ്മൾ ക്യോം ഈ ചോദ്യചിഹ്നത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കീ ചേർക്കണം. കണ്ടോ, ഈ കീ ചേർക്കണം. അതായത് ചൂഹോംകി ഹാലത്ത് ഖറാബ് ഹോ രഹി തി കഴിഞ്ഞിട്ട് ക്യോം ചേർക്കണം. ഇവിടെ ചോദ്യം ചിഹ്നം മാറ്റിയിട്ട്, ചോദ്യചിഹ്നം അവിടെ പാടില്ല. വീണ്ടും ചോദ്യം ചോദിക്കാൻ പാടില്ല, പേപ്പർ നോക്കണവരോട്. മനസ്സിലായോ? ഇങ്ങനെ ചോദ്യം ഇട്ട് കൊടുക്കരുത് ആരും. അത് അവരോട് ചോദ്യം ചോദിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ഉത്തരമാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഉത്തരത്തിന്റെ ചിഹ്നമാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ചൂഹോംകി ഹാലത്ത് ഖറാബ് ഹോ രഹി തി
ഈ ക്യോം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എഴുതിയിട്ട് നമ്മൾ ഈ കീ ചേർത്ത് എഴുതി. മനസ്സിലായോ? അപ്പൊ ക്യോം കി കർമ്മേ കൊയ് അനാജ് നഹി ഹേ എന്നാണ് നമ്മൾ എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. മനസ്സിലായോ? ഇനി അങ്ങനെ ചോദ്യം നമ്മൾ ആദ്യം എഴുതുന്നില്ല എങ്കിൽ, ഉത്തരമാണ് ആദ്യം എഴുതുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കർമ്മേ കൊയ് അനാജ് നഹി ഹേ, വീട്ടിൽ ഒറ്റ ധാന്യവുമില്ല. ഇസ്ലിയെ, അതുകൊണ്ട് ചൂഹങ്കി ഹാലത്ത് ഖറാബ് ഹോ റഹി തി, എലികളുടെ അവസ്ഥ കണ്ടോ. ഇസ്ലിയെ, അതുകൊണ്ട്. ഇസ്ലിയെ എന്നൊരു വാക്യം നമ്മളിവിടെ ചേർത്തിട്ടുള്ളൂ. ബാക്കി കൊടുത്തിരിക്കുന്നത് ചോദ്യം തന്നെയാണ്. ചൂഹങ്കി ഹാലത്ത് ഖറാബ് ഹോ റഹി തി. മനസ്സിലായോ? അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചൂഹോം കി കണ്ടോ, ചൂഹോം കി കണ്ടോ, ഹാലത്ത് കണ്ടോ അവസ്ഥ, ഖറാബ് മോശം കണ്ടോ, ഹോ റഹീത്തി ആയിരുന്നു. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒരൊറ്റ സെന്റൻസ് മാത്രമേ നമ്മളിവിടെ ഉത്തരമായിട്ട് പഠിക്കേണ്ടതുള്ളൂ. എല്ലാത്തിലും അങ്ങനെയാണ്. മനസ്സിലായി കാണൂലേ? ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം പറയാണ്, കാനി കുത്തിയ ക്യോം. കണ്ടോ, ഇവിടെയും ക്യോം വന്നു. കാനി കുത്തിയ, ഒറ്റക്കണ്ണുള്ള പെൺപെട്ടി, ക്യോം, എന്തുകൊണ്ടാണ് ചൂൽഹെ ഓർച്ചൊക്കെ സോയി ഹുയി ഹേ? ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അടുപ്പിന്റെയും ആട്ടുകലിന്റെയും ഇടയ്ക്ക് സമീപത്ത് ഉറങ്ങാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതണ്ടേ? നമ്മൾ മുൻപ് എഴുതിയത് തന്നെ. കാനി കുത്തിയ ഖാനയ്ക്ക് പ്രതീക്ഷാമേ. കണ്ടോ, ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തിന്റെ അടുത്ത്? ചുൽഹയുടെയും ചക്കിയുടെയും അടുത്ത് ഉറങ്ങിയത്. നമ്മളോട് ആദ്യത്തെ ചോദ്യം എന്താ ചോദിച്ചത്? കാനിക്കുത്തിയ എവിടെയാണ് ഉറങ്ങിയത്? കഹാം എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ചൂൽഹ ഓർ ചക്കിയാണ് ഇതിൽ പ്രധാന ആൻസർ. മനസ്സിലായോ? ഇവിടുത്തെ പ്രധാന ആൻസർ ഏതാണ്? എന്തിനാണ് അതിന്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങിയതെന്ന് ചോദിച്ചാൽ, അവയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങാൻ കാരണം എന്താണ്? അവയുടെ അടുത്ത് തന്നെ ഉറങ്ങിയാലേ അതിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അറിയാൻ പറ്റും, അല്ലേ? അതുകൊണ്ടാണത് അവയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങിയത് എന്നർത്ഥം. അപ്പൊ കാനിക്കുത്തിയ അടുപ്പിന്റെയും ആട്ടുകലിന്റെയും അടുത്ത് തന്നെ കിടന്നുറങ്ങാൻ കാരണം എന്താണ്? കാനയ്ക്ക് പ്രതീക്ഷ, അല്ലേ? അടുത്ത ചിപ്കലിയം ക്യോം ദീവാർ പർ ക്യോം റഹി ഹേ. എന്നാൽ അതെന്താണ്? പല്ലികൾക്ക് ഭിത്തികളിലൂടെ മാത്രമേ കറങ്ങാവോ? ഭിത്തികളിലൂടെ മാത്രമേ കറങ്ങാൻ പാടുള്ളൂവോ? തറയിൽ കൂടെ കറങ്ങാൻ പാടില്ലേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദീവാർപ്പർ, എന്തിനാണ് ഭിത്തികളിലൂടെ കറങ്ങിയിരുന്നത്? അവിടെ സാധാരണ രീതിയിലും ചോദിക്കാം, പല്ലികൾ എന്തിനാണ് ഭിത്തികളിലൂടെ കറങ്ങിയിരുന്നത്? ചിപ്കലിയാം കാനേക്ക് തലാശ്മേ. കണ്ടോ, ചിപ്കലിയാം കാനേക്ക് തലാശ്മേ. ചിപ്കലിയാം കാനേക്ക് തലാശ്മേ അല്ല കേട്ടോ. പല്ല് ഇവിടെ നോക്കിക്കേ, ഈ സെൻറ്റൻസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ചിപ്കലിയാം കാനേക്ക് തലാശ്മേ, പല്ലുകൾ തിന്നാനുള്ള അന്വേഷണത്തിൽ എന്ന് അങ്ങനെ പറയുമ്പോൾ അർത്ഥം വരും, അല്ലേ? ഇവിടെ എങ്ങനെ പറയണ്ടേ? ചിപ്കലിയാം, പല്ലുകൾ, ഖാനിക്ക് തലാശ്മേ, ഭക്ഷണത്തിന്റെ അന്വേഷണത്തില്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള തലാശ, അന്വേഷണത്തിലാണ്. ഏതെല്ലാം ഭക്ഷണമാണ്? കീടെ മക്കോടെ പോലെയുള്ള ജീവികളുടെ ചെറിയ ചെറിയ പ്രാണികളും കീടങ്ങളും ചെറിയ ചെറിയ പ്രാണികളും, അല്ലേ? അപ്പൊ കീടെ മക്കോടെ കി പ്രതീക്ഷാമേ, കീടെ മക്കോടേക്ക് തലാശ്മേ, പ്രാണികളെയും കീടങ്ങളെയും അന്വേഷിച്ചാണ് ദീവാർ പർ ക്യോം റഹി ഹേ, ഭിത്തിയിലൂടെ കറങ്ങിയിരുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഓക്കെ. ഇനി അകാൽക്ക് സമയക്ക് നിങ്ങൾ ഒത്തിരി പഠിച്ചില്ലേ ഇപ്പം? പക്ഷെ അതിൽ ഇതിനെ മാത്രം ഒന്നും പഠിക്കാനില്ല. അതിൽ പ്രധാന പോയിന്റ്സ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ 4 സെന്റൻസ് പഠിച്ചാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മുഴുവൻ ചോദ്യത്തിന്റെയും ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ഈ 4 സെന്റൻസ് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. എന്നിട്ട് തന്നിരിക്കുന്ന സെന്റൻസുകൾ ഒന്ന് നോക്കുക കൂടി ചെയ്താൽ എങ്ങനെയാണ് സെന്റൻസ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഓരോന്നും വിശദീകരിച്ച് തന്നെ പറഞ്ഞത്. അങ്ങനെ അതോർത്ത് ഇത്രയും എപ്പോൾ ഞാൻ പഠിച്ചു തീർക്കും എന്നോർത്ത് വേവലാതിപ്പെടേണ്ട. വളരെ ഈസിയാണ്. നിങ്ങൾ ഈ പഠിച്ചതെല്ലാം മറന്നേക്കൂ, പഠിച്ചതെല്ലാം വിട്ടേക്കൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 4 സെന്റൻസുകളൊന്ന് ബൈഹാർട്ടാക്കി പഠിച്ചോളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ഇത്രയുമേ ഞാൻ തരുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് ഈ സെന്റൻസുകൾ മാത്രമാണ്. നമുക്ക് നോക്കാം. അകാൽക്ക് സമയക്ക് വിശേഷതയും ക്യാ ഹേ. വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ ഉത്തരം എഴുതത്തില്ലേ? അങ്ങനെയൊന്നും ചോദ്യം വരില്ല കേട്ടോ. ഇനി വന്നാലും നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാലും മതി കേട്ടോ. ഓക്കെ. ചൂൽഹ രോയ. അകാൽക്ക് സമയം എന്തൊക്കെ സംഭവിച്ചു? ക്ഷാമകാലത്ത് എന്തൊക്കെയാ സംഭവിച്ചേ? ചൂൽഹ രോയ, അടുപ്പ് കരഞ്ഞു. ഓർ ചക്കി ഉദാസ് രഹി,
ആട്ടുകല്ല് ഉദാസീനിയായി. എന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിച്ചാൽ ക്യോങ്കി അനാജ് നഹി, എന്തുകൊണ്ടെന്ന് ധാന്യമില്ല. ഓക്കെ, അടുത്തത് കാനി കുത്തിയ സോയി, ഒറ്റക്കണ്ണി പെൺപട്ടി ഉറങ്ങി. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഘർമേ ഗരീബി ഹെ, വീട്ടിൽ ദാരിദ്ര്യമാണ്. ഇനി ചിപ്കലിയാൻ ഗസ്തിലെത്തി, പല്ലുകൾ ഉലാത്താൻ തുടങ്ങി. ക്യോം എന്തുകൊണ്ട്, ക്യോങ്കി എന്തുകൊണ്ട് ഘർമേ ദിയ ജലാനെ കെലിയെ തേൽ നഹി, ഘർമേ വീട്ടില് ദിയ ദീപം ജലാനെ കെലിയെ ഭി കത്തിക്കാൻ പോലും തേൽ നഹി എണ്ണയില്ല. ഇസ്ലിയെ അതുകൊണ്ട് കീടേ നഹിയാത്തെ, കീടങ്ങളൊന്നും വന്നില്ല. അത്രേ ഉള്ളൂ. എലികളോ ചൂഹോങ്കി ഭി, എലികളുടെയും അവസ്ഥ ദയനീയ ഹാലത്തായിരുന്നു. ശിഖസ്ത് ഹാലത്ത്, പരാജയ അവസ്ഥയായിരുന്നു. ചൂഹോങ്കി ഭി, എലികളുടെയും പരാജയ അവസ്ഥയായിരുന്നു അല്ലെ, ശിഖസ്ത് അല്ലെങ്കിൽ ദയനീയ ഹാലത്ത്. മനസ്സിലായോ? അപ്പോൾ ഈ 4 സെന്റൻസ് ആണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് മനസ്സിലാക്കുക. അത് 4 കാണാതെ പഠിച്ചു വയ്ക്കുക. ഇനി ഈ കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന്റെ വേറൊരു ചോദ്യമാണ് ഏത് കവിത തന്നിട്ട് നമ്മളോട് ഈ 2 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിക്കാം. ഇതാണ് ഈ പാഠത്തിലെ പ്രധാന ടിപ്സ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരിക്കലും തെറ്റരുത്, തെറ്റാൻ പാടില്ല. ഇത് തെറ്റേണ്ട ആവശ്യവുമില്ല. കാരണം എന്താണ്, ഇത് കവിതയിൽ തന്നെ കിടക്കുന്നില്ല, പിന്നെ എന്തിനാ നമ്മൾ തെറ്റിക്കുന്നത്? സമാൻ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് ചോദ്യം. സമാൻ ആശയവാലി, ഇതേ ആശയമുള്ള പങ്ക്തിയാം വരികൾ ചുൻകർ തെരഞ്ഞെടുത്ത് ലിഖേം എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ കവിതയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം രീതിയിൽ ചോദ്യം വരെ വയ്ക്കും, എങ്ങനെ ആൻസർ എഴുതേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് നിങ്ങൾ ആ വീഡിയോ കാണുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായി. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് തരാം. കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം ഘർമേ, വീട്ടിൽ അനാജ് ആയ, ധാന്യം വന്നു. ഇത് ആശയമാണ്, ഇത് വരിയുടെ അർത്ഥമാണ്. അപ്പോൾ ഇതിന്റെ വരികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഒരൊറ്റ ട്രിക്ക് മതി. എന്താണെന്നറിയോ? ഈ ആശയത്തിൽ കിടക്കുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒരു 3ഓ 4ഓ വാക്കുകൾ ഈ കവിതയുടെ വരിയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടോന്ന് ഒന്ന് നോക്കിയാൽ മതി. ആ വരി കറക്റ്റ് ആയിട്ട് എടുത്തെഴുതാൻ പറ്റും. നോക്കൂ, കൈ ദിനം കെ ബാദ്, കണ്ടോ? കൈ ദിനം കെ ബാദ്, കവിതയുടെ വരികളിലേക്ക് നോക്കിക്കേ, കൈ ദിനം കെ ബാദ് അങ്ങനെ തന്നെ കിടക്കുന്നില്ലേ? ഇനി ഘർമേം എന്നുള്ളതിന് വരെ ഖർ എന്ന വാക്കെടുത്തോളൂ, ഇവിടെയും ഖർ ഇല്ലേ? ഖർക്കെ മേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്നാണ് അർത്ഥം. അറിയാവുന്ന കുട്ടികൾക്ക് ഈസിയാണ്. ഖർമേ വീട്ടിൽ, ഖർക്കെ അന്തർ എന്ന് പറഞ്ഞാലും വീടിനുള്ളിൽ എന്ന് തന്നെയല്ലേ? ഇനി ഇവിടെ ഒരു സംശയം വരും, അനാജ് എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം പഠിച്ച കുട്ടിക്ക് അത് എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ ഊഹിച്ചെഴുതത്തില്ലേ? ആയേ എന്നിവിടെ വന്നിരിക്കുന്നു, ആയുണ്ടല്ലോ, ആയ പുല്ലിംഗമാണ്. അനാജായ, ദാനേ ആയേ, दाने आए घर के अंदर कई दिनों के बाद അല്ലേ? വരി മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഘർമേ കാന പകയെ കൈ ദിൻ ഹുയെ, ഘർമേ വീട്ടിൽ ഖാന ഭക്ഷണം, പകയെ പാകം ചെയ്തിട്ട്, കൈ ദിൻ ഹുയെ കുറേ ദിവസങ്ങളായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ വാക്കുകളുണ്ട്? ഖറുണ്ട്, ഖാനയുണ്ട്, പകായുണ്ട്, ദിന്നുണ്ട്, കൈയുണ്ട്, ഹുയുണ്ട് അല്ലേ? നോക്കൂ, കൈ ദിനോം തക്ക്, കൈ ദിൻ ഹുയേ എന്ന് പറഞ്ഞാൽ കൈ ദിനോം തക്ക്. കാന പകായെ, ഭക്ഷണം പാകം ചെയ്തിട്ട് കുറെ ദിവസങ്ങളായി എന്ന് പറഞ്ഞേക്കണേ. കൈ ദിനം തക്ക് പാകം ചെയ്തില്ല എന്നുള്ളതിന് 2 തെളിവുകൾ ഇവിടെ കിടപ്പില്ലേ? ആരൊക്കെയാണ്? ചൂൽഹാരായ ചക്കീരഹി ഉദാസ്, അടുപ്പ് കരഞ്ഞു, ആട്ടുകല്ല് ഉദാസീനിയായി. അതെന്തുകൊണ്ടാണ്? ഭക്ഷണം പാകം ചെയ്യാഞ്ഞിട്ടല്ലേ? മനസ്സിലായോ? ഭക്ഷണം പാകം ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇവര് ഉദാസീനയായതും ദുഃഖിതയായതും കരഞ്ഞതും എല്ലാം. അപ്പോൾ ഇങ്ങനെയാണ് വാക്കുകൾ കണ്ടെത്തി എഴുതാവുന്നത്.
ഇത്രയും പഠിച്ചൊരു കുട്ടിക്ക് ഇതിന്റെ വരി കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇനി യാതൊരു നിവൃത്തിയും ഇല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കവിതയുടെ ആശയത്തിലുള്ള വാക്കുകൾ ഏതെങ്കിലുമൊക്കെ കവിതയുടെ വരികളിൽ ഉണ്ടാവും, അതൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ കവിത അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ഇത്രയും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഷുവറായിട്ടും ഫുൾ മാർക്ക് 7 മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. ഉറപ്പാണ്. ഈ പാഠത്തിൽ നിന്ന് വരുന്ന 7 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോക്കറ്റിൽ ഇടാവുന്നതാണ്. യാതൊരു സംശയവുമില്ല. ഇതിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തു നിന്ന് നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട, ഗൈഡിനെ അന്വേഷിച്ചു പോകണ്ട. നിങ്ങൾ ഗൈഡിനെയോ ട്യൂഷനെയോ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മാത്രമേ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യ രൂപത്തിൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യം വരൂ. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതൊരു ചോദ്യരീതി ഈ പാഠത്തിലില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത്രയും ചോദ്യോത്തരം പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ പാഠത്തിൽ നിന്ന് വരുന്ന 7 മാർക്കിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങൾക്കുണ്ടാവണം. എനിക്കുണ്ട് ഉറപ്പായിട്ടും. ഇത്രയും ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് വരൂ എന്ന്. ഇതിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളെ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും തന്നിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് നിങ്ങൾ വേറെ ഉത്തരങ്ങൾക്ക് വേണ്ടി അലയണ്ട, വേറെ ചോദ്യങ്ങൾക്ക് വേണ്ടിയും അലയണ്ട. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഇത്രയും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ പാഠത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇത്രയും മാത്രം പഠിച്ചാൽ മതി, ഒത്തിരി ഒന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ A+ ഇവിടെ ഉറപ്പിച്ചുകൊള്ളൂ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.